ഇന്ന് നിങ്ങളൊരു അടിപൊളി ഒരു കഥ പറയാനായിട്ട് പോകുകയാണ്. ആ കഥയേക്കാൾ കൂടുതൽ നല്ലത് അതിൻ്റെ പിൻപിലെ ഒരാശയമുണ്ട്. ഏതൊരു സ്റ്റോറിയുടെ പിൻപിൽ എന്തുണ്ട്? നമ്മളോട് പറയുന്ന ഒരു ശബ്ദമുണ്ട്, നമ്മളോട് മാത്രമായിട്ട് ഇടപെടുന്ന ഒരു ദൂതുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കഥയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ കഥ കേൾക്കാൻ വലിയ രസമൊന്നും കാണുകയില്ല, കാരണം ഞാൻ തന്നെ എഴുതിയൊരു കഥയാണ്. അതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ കഥയുടെ പിൻപിൽ എന്തുണ്ടെന്ന് അറിയാമോ? ഒരാശയമുണ്ട്. ഈ ആശയം ഭയങ്കരമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരാശയമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ണടച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലേക്ക് ഈ കഥയൊന്ന് കൊണ്ടുവരികയാണ്. ഒന്ന് ചിന്തിച്ച്, ഒരപ്പന്, കുറച്ച് പ്രായമുള്ള ഒരപ്പൻ, അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള 12 മക്കൾ. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ഇമേജ് വന്നോ? എന്താണ്? ഒരു പ്രായമുള്ള, ഒത്തിരി പ്രായമൊന്നുമല്ല, എന്നാൽ ഒരുമാതിരി പ്രായമുള്ള ഒരു പപ്പ ഇങ്ങനെ നിൽക്കുന്നു. എത്ര മക്കളുണ്ട്? 12 മക്കൾ ഈ സൈഡ് നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് കാഴ്ച വന്നോ? ഓക്കെ, ഇനി കണ്ണു തുറക്കാം. ഇനി നമ്മൾ ഈ ഒരു കഥയാണ് ചിന്തിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ അപ്പൻ്റെ ഈ 12 മക്കളും, ഈ 12 മക്കളെ പറ്റി പറയുമ്പോൾ നിങ്ങളെപ്പോലെ കൊച്ചു കുഞ്ഞൊന്നുമല്ല, പിന്നെയോ സ്വന്തം കാര്യം ചെയ്യാൻ കഴിവുള്ള 12 പേരാണ്. അതായത് നല്ല ആരോഗ്യവാന്മാരായുള്ള 12 പേരാണ്. 12 പേര് നല്ല ചെറുപ്പക്കാർ, നല്ല ചുറുചുറുക്കോടെ നിൽക്കുന്ന, ഓടി നടന്ന ജോലികളൊക്കെ ചെയ്യുന്ന, സ്വന്തം കാലിൽ അവർക്ക് കഴിവുള്ള അല്ലെങ്കിൽ ഈ 12 പേരെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ അപ്പനുണ്ടല്ലോ 12 പേരെ ഒരുപോലെ സ്നേഹിച്ചു. അല്ലാതെ ഇളയ മോൻ, അവൻ ഇളയ കുഞ്ഞല്ലേ എന്നല്ല, മൂത്തവൻ അവനല്ലോ കുറച്ചുകൂടെ മൂത്തതാ, ഇവന് എത്ര വർഷമായിട്ട് ഞാൻ കാണുന്നതാ എന്ന് പറഞ്ഞു ഓരോരുത്തരോട് സെപ്പറേറ്റ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവനോട് ഇവൻ ഭയങ്കര ലുക്കാണല്ലോ, ഇവനോട് അങ്ങ് സ്നേഹിക്കാം. കാരണം അപ്പൻ ഒരിക്കലും അങ്ങനെ പുറമേ ഒന്നും കണ്ടല്ല. പിന്നെ അപ്പൻ്റെയാണ് ഈ 12 മക്കളും. ഈ 12 മക്കളെയും ഒരുപോലെയാണ് അപ്പൻ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ 12 പേരെയും അവരുടെ കളർ നോക്കാതെ, അവരുടെ അല്ലെങ്കിൽ സൗന്ദര്യമൊന്നും നോക്കാതെ, അവരുടെ ജോലി ഇതൊന്നും നോക്കാതെ 12 പേരെയും ഒരുപോലെ അപ്പൻ സ്നേഹിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇങ്ങനെ പോവുകയാണ്. നല്ലൊരു വീട് അവർക്കുണ്ട്, അതിന് ചുറ്റുമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ആടുകൾ ഒക്കെ അവർക്കുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇവരിങ്ങനെ മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ നിൽക്കേ ഒരു ദിവസം ഈ അപ്പൻ 12 മക്കളെയും അടുത്ത് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാനൊരു യാത്ര പോകുകയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ തിരിച്ചു വരാനായിട്ട് ദിവസങ്ങൾ എടുത്തുനിന്ന് വരും, ചിലപ്പോൾ മാസങ്ങൾ എടുത്തുനിന്നിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തുനിന്നിരിക്കും. ഈ കഥ നടക്കുന്നത് ഈ അടുത്ത കാലഘട്ടത്തിൽ നല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്നൊരു കഥ. അങ്ങനെ വേണം നിങ്ങളെ ചിന്തിക്കാനായിട്ട്. അപ്പോൾ അന്ന് എന്തില്ല, ഇന്ന് കാണുന്ന പോലെ വണ്ടികളൊന്നുമില്ല, അല്ലേ? ഇന്നാണെങ്കിൽ കാർ എടുക്കുക പോവുക, അതങ്ങനൊന്നുമില്ല. അന്ന് ഇങ്ങനെ നടന്നുകൊണ്ടുള്ള യാത്രകളാണ് കൂടുതലും. അങ്ങനെയുള്ള ഒരു കാലമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? മക്കളോട് പറഞ്ഞ് ഇപ്രകാരമാണ്, ഞാൻ ഒരു യാത്ര ചെയ്യുകയാണ്, പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരികയാണ്, ഞാൻ മടങ്ങി വരും. പക്ഷേ അത് ചിലപ്പോൾ ദിവസങ്ങൾ മുമ്പോട്ട് പോയേക്കാം, ചിലപ്പോൾ മാസങ്ങൾ മുൻപോട്ട് പോയേക്കാം, ചിലപ്പോൾ വർഷങ്ങൾ മുമ്പോട്ട് പോയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഞാൻ മടങ്ങി വരും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് കാരണം അപ്പൻ എല്ലാവർക്കും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ 12 മക്കളെയും ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്രയ്ക്ക് തുടക്കം കുറിച്ച് എന്നിട്ട് പറഞ്ഞു തരാം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോണം കേട്ടോ. വീട് അറിയാമല്ലോ, പരിസരമൊക്കെ നന്നായിട്ട് നിങ്ങൾ വൃത്തിയാക്കിക്കോണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ആടുമാടുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നന്നായിട്ട് നിങ്ങൾ നോക്കിക്കോണം. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ മക്കളൊക്കെ നന്നായിട്ട് അപ്പം തന്നെ പറയുകയാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് നന്നായി ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് ഈ അപ്പൻ അവിടെ നിന്ന് ഇങ്ങനെ പടിയിറങ്ങി ഇങ്ങനെ പോകുകയാണ്. 12 മക്കൾ ഇങ്ങനെ കൈ കെട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം പോവുകയാണല്ലോ. അങ്ങനെ പോയി കുറേ കഴിഞ്ഞിട്ട് ഈ അപ്പം പറഞ്ഞ പോലെ തന്നെ ദിവസങ്ങൾ മുൻപോട്ട് പോയി. അപ്പം പറഞ്ഞ പോലെ തന്നെ മാസങ്ങൾ മുൻപോട്ട് പോയി. എന്തിനേറെ, അപ്പം പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾ ഒത്തിരി അങ്ങ് മുമ്പോട്ട് പോയി. അങ്ങനെ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ അപ്പൻ തിരികെ വരിക. എന്താണ്, ഒരു ജോലിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ അപ്പം പോയതാ. അപ്പൻ എന്തോ ഒരു സർപ്രൈസായിട്ട് അങ്ങനെ അങ്ങ് പോയതാ. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അപ്പൻ ഇങ്ങനെ തിരികെ വരികയാണ്. തിരികെ വരുമ്പോണ്ടല്ലോ ഈ അപ്പൻ്റെ ഹൃദയം നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് ചിന്തിച്ച്, അപ്പൻ്റെ മനസ്സിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മക്കളെ വിട്ടു പോയതാണ്, തിരിച്ച് ഞാൻ എൻ്റെ മക്കളെ, ഇപ്പോൾ എന്തുമായിരിക്കും, ആ തോമസിന് താടിയൊക്കെ ആയി കാണും, അല്ലെങ്കിൽ ആ കറിയാച്ചന് ഒന്നോർത്ത് നോക്കി, അങ്ങനെയുള്ള അവരൊക്കെ പേരുകൾ പറഞ്ഞിട്ടും അവനങ്ങ് വളർന്നു കാണുമായിരിക്കുമല്ലോ, അവന് കുറച്ചുകൂടെ ഒക്കെ അവൻ ക്ഷീണിച്ചിരിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ അവന് ബലമൊക്കെ ആയി കാണും. ഇങ്ങനെ ഈ മക്കളെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടിയുള്ള ഭയങ്കര ആഗ്രഹം ഈ അപ്പൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്ന് ദൂരെ നിന്ന് ഇത് എന്ത് കാണുകയാണ്, വീട് കാണുക. നോക്കിയപ്പോൾ ആ പഴയ വീടൊന്നും അല്ല, വീടിന് വലിയ മാറ്റമുണ്ട്. നല്ല അടിപൊളി വീടൊക്കെ ആയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല അടിപൊളി വണ്ടികൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവിടുത്തെ ആ പഴയ രീതിയിലുള്ള വാഹനങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം വന്നു എന്ന് അപ്പന് മനസ്സിലായി. ദൂരെ നിന്ന് കണ്ടപ്പോഴേ മനസ്സിലായി,
അയ്യോ എൻ്റെ മക്കളൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അതുവരെ നടന്ന ഈ അപ്പൻ എന്ത് പറയുമോ ആ നടത്തത്തിൻ്റെ വേഗത കൂടി ഓടുകയാണ്. കാരണം മക്കളെ കാണാനായിട്ട് ആകാംക്ഷയോടെ ഓടുകയാണ്. ഓടി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഓടിവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അനക്കൊന്നും കേൾക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്നിട്ട് അപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുക. കാരണം ആ കരച്ചിൽ എന്ന് പറയുമ്പോൾ അയ്യോ അപ്പം വന്നോ എന്ന് പറഞ്ഞുള്ള കരച്ചിലല്ല, പിന്നെയോ സ്നേഹത്തോടെയുള്ള, കാരണം ഒത്തിരി നാൾ കാണാതിരിക്കുമല്ലേ, എന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയുകയാണ്. കാരണം ഈ അപ്പനും ഭയങ്കര സന്തോഷമായി. അപ്പനും ആ സ്നേഹപ്രകടനം, ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന കണ്ണുനീര് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ അപ്പൻ ചോദിച്ചു, എടാ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് കാണട്ടെ, എന്ത് അവരൊന്ന് വിളിച്ചേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പേര് അവനെന്ത് ചെയ്യടാ, കാണുന്നില്ലല്ലോ, ആരുടെ അനക്കും ആവുന്നില്ലല്ലോ, എല്ലാവരും ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതുവരെ ചിരിച്ച് ആ ഒരു സന്തോഷത്തോടെ കരഞ്ഞ ആളുടെ മുഖം പെട്ടെന്ന് അങ്ങ് വാടി. ഈ മോൻ്റെ, അതായത് ഓടി വന്ന ഈ മകൻ നമ്മൾ എന്ത് പേരിടണം എന്ന് ഓർത്ത് നോക്കിയേ. ജോൺ എന്ന് തൽക്കാലത്തേക്ക് ഒരു ജോൺ നമുക്ക് പേരിടാം. അപ്പോൾ ഈ ജോൺ അങ്ങ് വല്ലാണ്ട് അങ്ങ് മുഖം വാടി. അപ്പോൾ ഈ അപ്പനോർത്ത് ഇവനെന്താ ഈ പെട്ടെന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ ഇവൻ്റെ മുഖം അങ്ങ് വാടിയത്, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തുവാടാ പ്രശ്നം, എന്തുവാ? അപ്പോൾ അവൻ പറഞ്ഞു, അപ്പൻ അന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞു പോയി. പക്ഷെ കുറച്ച് നാൾ, ചില ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ മറ്റ് സഹോദരങ്ങൾ 1-2 പേരൊക്കെ പറഞ്ഞു, ഇനി അപ്പം വരുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഈ വീട് നോക്കി നിന്നാൽ മതിയോ, നമുക്ക് തന്നെ ഇവിടെയൊക്കെ വന്ന് നിന്നാൽ മതിയോ, നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളില്ലേ, നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളില്ലേ, നമുക്ക് ആഗ്രഹിച്ച സ്ഥലങ്ങളില്ലേ, രാജ്യങ്ങളില്ലേ, നമുക്ക് പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് പലരും കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ട് അവരുടെ വഴിക്കങ്ങ് പോയി. ആരും അപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ആദ്യം 1-2 പേര് പോയി, ചിലർ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പോയി, ചിലർ മാസങ്ങളായപ്പോഴത്തേക്ക് അതിന് വരത്തില്ലെന്ന് പറഞ്ഞ് അവരും പോയി, ചിലർ വർഷങ്ങൾ വരെ നോക്കിയിരുന്നു, അവരും പോയി. അവസാനം ഞാൻ ഒരാൾ, അതായത് ഈ ജോൺ എന്ന് പറഞ്ഞ വ്യക്തി മാത്രം ഇന്ന് ഈ വീട്ടിൽ നിൽക്കുക, ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ആ അപ്പൻ്റെ അതുവരെയുള്ള സന്തോഷം മാറിയിട്ട് ഭയങ്കരമായിട്ടൊരു വേദന തോന്നി. കാരണം പോയപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്ക് മക്കളാരുമില്ല, ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ടൊരു ഭാരം, ഒന്ന് ഓർത്ത് നോക്കിയേ എന്തുമാത്രം വിഷമം വരും. ഭയങ്കരമായൊരു ഭാരം അകത്ത് വന്നു. ഇങ്ങനെ ഈ വലിയൊരു വേദന ഇങ്ങനെ അകത്ത് വന്ന് ഇങ്ങനെ കരയാൻ ഇങ്ങനെ നിൽക്കുന്ന ആ സമയം പെട്ടെന്ന് ഒരാശ്വാസം. കാരണം എങ്കിലും ഒരു മോനെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ ഒരു മോനെങ്കിലും ഉണ്ടല്ലോ എന്നൊരാശ്വാസം വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, മോനെ പോട്ടെ, നമ്മളിപ്പോൾ എന്ത് പറയാനാ. പക്ഷേ എടാ എൻ്റെ ഒരു സംശയം, കാരണം നിൻ്റെ ബാക്കി 11 സഹോദരങ്ങളും അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച്, അവരുടെ സ്വപ്നം അനുസരിച്ച് അവർ പോയപ്പോൾ എന്താ ജോണെ നീ മാത്രം ഇവിടെ നിന്നത്, നീ മാത്രം എന്താ ഇവിടെ നിന്നേ? അപ്പോൾ ഈ ജോണ് പറഞ്ഞ മറുപടി ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു മറുപടിയാണ്. ജോൺ പറഞ്ഞു, അപ്പോൾ എനിക്കും അവരെ പോലെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എനിക്ക് അവരെ പോലെ സ്വപ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പലരും എന്നെയും വിളിച്ചതാണ്, എടാ നീ ഇവിടെ നിൽക്കുവാണോ, അപ്പനെ നോക്കി നിൽക്കുവാണോ, അപ്പൻ ഇനി വരാനൊന്നും പോകുന്നില്ല, നീ എന്ത് ചെയ്യുക, നീ ഞങ്ങളോട് വാ എന്ന് പറഞ്ഞ അനേകരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നോട് പറഞ്ഞാണ്. എന്തിന് അടുത്തുള്ള വീട്ടുകാരോ പറഞ്ഞു, എടാ നീ ഇപ്പോഴും അപ്പനെ നോക്കി നിൽക്കുവാണോ എന്ന് അടുത്തുള്ള വീട്ടുകാർ പറയാനിടയായി തോന്നുന്നു. പലരും പറഞ്ഞു. പക്ഷേ അപ്പൻ അന്ന് പോകാൻ നേരത്ത് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ പോകും, ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ മുൻപോട്ട് പോകും, വർഷങ്ങൾ തന്നെ മുൻപോട്ട് പോകും, പക്ഷേ ഞാൻ മടങ്ങി വരും. അന്ന് അപ്പൻ ഞങ്ങൾക്ക് നൽകിയൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് മറ്റ് സഹോദരങ്ങൾ കേട്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ആ ഉറപ്പിനകത്തായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും അപ്പം വരും. അപ്പനൊന്ന് നോക്കിയേ, അതായത് ചുറ്റിനൊന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം, ഇങ്ങനെ ചുറ്റിനും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, വീടും പരിസരം കണ്ടില്ലേ, അടിപൊളി വൃത്തിയായിട്ടിരിക്കുക. എന്താണ് വൃത്തിയായിട്ട് പരിസരം ഇരിക്കുക. അതുപോലെ തന്നെ അപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയേ, വലിയ മാറ്റം ഇല്ലയോ, ഇവിടെ പരിസരം വൃത്തിയാക്കുന്നു, വീട് വൃത്തിയാക്കുന്നു. ഓരോ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഓടി വന്ന് ഈ മുറ്റവും ഒക്കെ വൃത്തിയാക്കി ഞാൻ അപ്പനെ വരവേൽക്കാൻ വേണ്ടി ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും, ഇന്നെൻ്റെ പപ്പ വരും, ഇന്നെൻ്റെ അപ്പം വരും, ഇന്നെൻ്റെ അപ്പം വരും എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഞാൻ വൃത്തിയാക്കിയിട്ട് ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ഈ അപ്പൻ ചേർത്ത് പിടിച്ചിട്ട് ഈ അപ്പൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഈ മകന് നൽകുവാൻ, ഈ മകന് മാത്രമായിട്ട് കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ അപ്പനും മകനും വളരെ സന്തോഷത്തോടെ ആ ദേശത്ത് അവർ ഭയങ്കരമായ ദൈവം അവരെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ഈ കഥ കേട്ടപ്പോൾ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഒന്ന് കത്തിക്കാണും എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നത്. അർത്ഥം മറ്റൊന്നുമല്ല, നമുക്കറിയാം യേശുപ്പച്ചനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ പപ്പയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, പാസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടില്ലേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന്. ഇത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുക, അയ്യോ കർത്താവ് ഇതുവരെ ഒന്നും വന്നില്ല. ഇതുപോലെ തന്നെ ഈ ജോൺ ചെയ്തതുപോലെ തന്നെ അവിടെ പറയുന്നു, ഓരോ ദിവസം ഞാൻ മിറ്റമൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. കാരണം അപ്പം വരും. ഈ ഒരു തീരുമാനത്തിലായിരിക്കണം നമ്മളും. കാരണം എവിടെയോ നമ്മൾക്ക് കാരണം ആ അതുകൊണ്ട് തന്നെ ഒരുക്കമില്ല. കാരണം ഇപ്പോൾ ഈ ജോണും മറ്റുള്ളവരെ പോലെ അപ്പം വരാൻ പോകുന്നില്ല എന്ന് പറയുവാണെങ്കിൽ വീടും പരിസരമൊക്കെ അതുപോലെ കിടക്കും, വൃത്തിയാക്കത്തില്ല, ഒരുക്കത്തോടെ നിൽക്കത്തൊന്നുമില്ല.
എന്തുകൊണ്ട് ഇങ്ങനെ ഒരുക്കത്തോടെ നിന്നു? അപ്പൻ വരുമെന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം അകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ആഗ്രഹത്തോടെ നിൽക്കുന്നവരെ ചേർപ്പാനാണ് കർത്താവ് വരുന്നത്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്യം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും, ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല എന്ന് പറയുകയാണ്. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എങ്ങനെ വരും? കള്ളനെ പോലെ വരും. നമുക്കറിയാം, ഈ കള്ളൻ വരുമ്പോൾ മുൻകൂട്ടി വിളിച്ചു പറയുമോ, അയ്യോ തോമാച്ചാനാണോ, ഞാൻ വരുന്നുണ്ടോ അങ്ങോട്ട് കേട്ടോ, വൈകിട്ടിൻ്റെ സമയമാകുമ്പോൾ വരും, ആ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടേക്കണേ എന്ന് പറയാറുണ്ടോ? കൊള്ളാം. കള്ളൻ ആരും അറിയാതെ പതുങ്ങിയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് കർത്താവിന് ഇങ്ങനെ കള്ളൻ എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, കള്ളൻ ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരും. ഇനി അതുപോലെ തന്നെ കള്ളൻ വരുമ്പോൾ എവിടെയെങ്കിലും പൊട്ടിയ കലം എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? പൊട്ടിയ ചട്ടിയും ഇങ്ങനെയുള്ള സംഭവം ആർക്കും വേണ്ട സാധനം എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. വിലപിടിപ്പുള്ളതേ കള്ളം കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ കർത്താവ് വരുന്നതിൻ്റെ പിൻപിൽ കർത്താവ് വിലപിടിപ്പുള്ളത്, അതായത് വിലപ്പെട്ട നമ്മളെ, വിലയേറിയ നമ്മളെ ചേർപ്പാനായിട്ടാണ് കർത്താവ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളൊക്കെ ഇത് എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു ചോദിച്ചാൽ, നമ്മളൊന്ന് ഒരുങ്ങേണ്ട സമയമായി അല്ലേ? അതായത് ഒന്നോർത്ത് നോക്കിയാൽ, കള്ളം പറയുന്നവരെ യേശുവിന് ഇഷ്ടമാണോ? അല്ല. അതായത് മാതാപിതാക്കളെ സ്നേഹിക്കാത്തവരെ, മാതാപിതാക്കൾക്കെതിരെ സംസാരിക്കുകയും അവരെ ചാടിക്കുകയും ചെയ്യുന്നൊരു ഇഷ്ടമാണോ? അല്ല. യേശുപ്പച്ചൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്നേഹിച്ച് സഹകരിച്ച് എന്താണോ ഒരു ദൈവ കുഞ്ഞായിരിക്കേണ്ടത്. നമ്മൾ ഒത്തിരി സൺഡേ സ്കൂൾ പഠിക്കുന്നതല്ല, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അങ്ങനെ മുൻപോട്ട് പോകാനാണ് യേശുപ്പച്ചനും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം കേട്ടതുപോലെ ഓരോ ദിവസവും ഈ ജോൺ ഒരുങ്ങി കാത്തിരുന്നു അപ്പൻ്റെ വരവനായി. അങ്ങനെയെങ്കിൽ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേ. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കാര്യം മനസ്സിലായി കാണും, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ണടച്ച്, കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ട്, എല്ലാ കൂട്ടുകാരും കണ്ണടച്ച് ഒന്നൊന്ന് പ്രാർത്ഥിച്ച്, യേശുപ്പച്ച ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ പപ്പയും മമ്മിയും ഒക്കെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതെല്ലാം കേട്ട് അപ്രകാരം പോയിട്ടുണ്ട്, എനിക്ക് ചീത്ത കൂട്ടുകളൊക്കെ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി അവസ്ഥയിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, യേശുപ്പച്ചൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. വചനം പറയുന്ന പോലെ കള്ളനെ പോലെ വരും. ഒട്ടും പ്രതീക്ഷിക്കാതെ, ആരും അറിയാത്ത സമയത്ത് അപ്പാ യേശുപ്പച്ച അങ്ങ് വരുമല്ലോ, അപ്പാ എന്ന് തന്നെ നിങ്ങൾ വിളിക്കുക. നമ്മുടെ അപ്പയാണ് യേശുപ്പച്ചൻ. ആ ജോൺ പറഞ്ഞതുപോലെ തന്നെ അപ്പം വരുമെന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടെ എത്ര കൂട്ടുകാരൊന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ച്, യേശുപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റത്തെ അങ്ങ് തരുമാറണമേ. യേശുപ്പച്ച ഞങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുപ്പച്ചനോട് കൂടുതൽ പറ്റിച്ചേർന്ന്, ആ യേശുപ്പച്ചനോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകല്ലേ യേശുപ്പച്ച. യേശുപ്പച്ചൻ്റെ വരവെങ്കിൽ ഞങ്ങൾ എടുക്കപ്പെടണം. ഞങ്ങളൊന്ന് ഒരുങ്ങുക. ഞങ്ങളുടെ കറയായ അവസ്ഥകളൊക്കെ ഉണ്ട്, കറ പിടിച്ച അവസ്ഥകളൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി നല്ലൊരു പൈതലായി ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അനുസരണത്തോടെ, സ്നേഹത്തോടെ, അപ്പനും അമ്മയൊക്കെ ബഹുമാനിച്ച് നല്ലൊരു കുഞ്ഞായിട്ട്, മറ്റു കൂട്ടുകാരെ പോലൊന്നും ഞങ്ങളാവത്തില്ല. ചീത്ത കൂട്ടുകൊണ്ടൊന്നും പോകാതെ യേശുവിൻ എന്തു പറഞ്ഞു, യേശുവിൻ എന്താഗ്രഹിക്കുന്നു അപ്രകാരം പോകാൻ ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയിട്ടിരിക്കുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, യേശുപ്പച്ചൻ്റെ വരവ് അത് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ഒരു പുതുവർഷം നമ്മൾ ഈ കയറിയ സമയം ഇന്നും നമ്മളോട് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്, എൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ കർത്താവിനോട് പറ്റിച്ചേർന്ന് നല്ലൊരു കുഞ്ഞായി നിൽക്കുവാൻ എല്ലാ കൂട്ടുകാരെയും യേശുവിനെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. Power Vision Jesus Lamps.